കംഫർട്ട് വെയറിൽ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഓഫീസിൽ പോകുന്ന ദിവസങ്ങളിലാണ് നമ്മളെന്താ കാര്യപ്പെട്ട പണിയാണ് ചെയ്യാൻ പോകുന്നൊരു തോന്നൽ വരല്. ഓഫൺ ഒരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഫിറ്റ് തന്നെ സ്റ്റേഷനിൽ ഉണ്ടാക്കും. ട്രെയിനിൽ കയറിയ ആദ്യം തന്നെ അർജൻറ്റായിട്ടുള്ള കുറച്ച് പണികളൊക്കെ ചെയ്തു തീർക്കും. അതൊക്കെ ചെയ്തതിന് ശേഷം സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ അടുത്തൊരു വായനാശീലം തുടങ്ങിയിട്ടുണ്ട്. രാവിലെ നേരത്തെ എണീക്കേണ്ട ഒരു ഇടങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓഫീസിലേക്ക് പോകേണ്ട ദിവസങ്ങളിൽ രാവിലെ സിറ്റി കൂടി നടക്കാനൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഓഫീസിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഇന്ന് എനിക്കൊരു വർക്ക് റിലേറ്റഡ് ഇവൻ്റ് ഉണ്ട്. ഡാർലിംഗ് ഹാർബറിലുള്ള ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു AI ടൂറുണ്ട്. ഓസ്ട്രേലിയത്തെ അവരുടെ ടോപ്പ് കസ്റ്റമേഴ്സിൽ പെട്ടതാണ് ന്യൂ സൗത്ത് വെയിൽസ് ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്ത് നമുക്കൊരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പാസ്സായ കാലത്ത് ഉള്ളിൽ കയറി അവിടെ മൈക്രോസോഫ്റ്റിൻ്റെയും അവരുടെ പാർട്ട്നേഴ്സിൻ്റെ ഒക്കെ പലതരം AI പ്രൊഡക്ട്സിൻ്റെ ഷോക്കേസ് ഉണ്ടായിരുന്നു. പല ഏരിയകളിലായിട്ട് പാരലലി പല ഇവൻറ്റ്സും ഷോക്കേസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു വലിയ എക്സിബിഷനായിരുന്നു അത്. ഞാനിതിന് അതിരാവിലെ പോകാൻ കാരണം ഞാൻ ഓഫീസിൽ മാനേജ് ചെയ്യുന്ന ഒരു AI പ്രോജക്റ്റിനെ പിന്നെ ബിഗ് ബോസ് അവിടെ ഒരു അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് മൂപ്പറിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയത്. ഈ സെഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും അടുത്തത് പോയത് മൈക്രോസോഫ്റ്റിൻ്റെ ഗ്ലോബൽ CEO സത്യനാഥൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ഒരു ഫുൾ ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു ആ ഹാളിൽ. രാവിലെ ഞാൻ ഒരു ഫോട്ടോ പോയി. മൈക്രോസോഫ്റ്റിൻ്റെ AI റോഡ് മാപ്പും അവരുടെ കുറച്ച് കോൺസെപ്റ്റ്സും വേറെ കുറച്ച് പ്രൊഡക്ട്സിനൊക്കെ പറ്റിയിട്ടാണ് അവരവിടെ സംസാരിച്ചത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ നേരെ ഇറങ്ങി. ഓഫീസിൽ പോകുന്നതിൻ്റെ മുന്നേ എനിക്കൊരു ലഞ്ച് കാച്ചപ്പ് ഉണ്ട്. പണ്ട് ഗ്രാജുവേറ്റായി ആദ്യം ജോയിൻ ചെയ്തപ്പോൾ എൻ്റെ ഒരു മാനേജർ ഉണ്ടായിരുന്നു, ഡെബ്ര. മൂപ്പത്തിയേര് റിട്ടയർ ആയെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇതേമാതിരി ഒന്ന് കാച്ചപ്പ് ചെയ്യും. അപ്പോൾ ഡെബ്രയുടെയും പിന്നെ പണ്ട് എൻ്റെ കൂടെ ഗ്രാജുവേറ്റായി ചേർന്ന നയോമിയുടെയും കൂടെ ഒരു ലഞ്ച് കാച്ചപ്പ് ഉണ്ടായി. നാരങ്ങ വെള്ളം ചേഴ്സും പറഞ്ഞ് മുട്ടിച്ചു തുടങ്ങി നമ്മളുടെ കാച്ചപ്പ്. പഴയ കുറേ വിശേഷങ്ങളും തമാശകളും ഒക്കെ പറഞ്ഞ് കുറേ ചിരിച്ചു, പല വിശേഷങ്ങളും പങ്കുവെച്ചു. നല്ല രസമായിരുന്നു. ഡെബ്രയുടെ കൂടെ അവളുടെ അസിസ്റ്റൻസ് ഡോഗായ ഗ്രേസി കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവൾ ടേബിളിൻ്റെ അടിയിൽ ഒതുങ്ങിയിരിക്കുന്നുണ്ടായി. ലഞ്ചൊക്കെ കഴിഞ്ഞ് അവരോട് ഗുഡ് ബൈ പറഞ്ഞ് എനിക്ക് ഓഫീസിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായി. സിഡ്നിയിൽ മാർട്ടിൻ പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് എൻ്റെ ഓഫീസ്. 1-2 മീറ്റിങ്ങുകളിലായിരുന്നു ഉച്ചക്ക്. മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞതും ഞാൻ നേരത്തെ ഇറങ്ങി. വന്ന വഴി നേരെ തിരിച്ചു പോയി. വീടെത്താറായപ്പോൾ അവിടെ ഫിദയും മേമിയും കൂടെ എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളി സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ വീടെത്തി.